അനാസ്ഥയും അഴിമതിയും അനാസ്ഥയും അഴിമതിയും അനാസ്ഥയും അഴിമതിയും അനാസ്ഥയും അഴിമതിയും കൈമുതലാക്കിയ ഭരണക്കാരെ കൈമുതലാക്കിയ ഭരണക്കാരെ പഞ്ചായത്തിലെ ഭരണക്കാരെ ലക്ഷം ചിലവിട്ട് കാടാമ്പുഴ ബസ് സ്റ്റാൻഡിലും പഞ്ചായത്ത് പരിസരത്തും മാറാക്കര ഗ്രാമപഞ്ചായത്ത് 2023 സംസ്ഥാന സർക്കാരിന്റെ വാട്ടർ കിയോസ്ക് പദ്ധതിയുടെ ഭാഗമായി കാടാമ്പുഴ ബസ് സ്റ്റാൻഡിലും പഞ്ചായത്ത് ഓഫീസിനു മുന്നിലും സ്ഥാപിച്ച വാട്ടർ ബൂത്തുകളിൽ നിന്നും ഇന്നുവരെ കുടിവെള്ളം ലഭിച്ചിട്ടില്ല. കോയിനിട്ട് പാത്രം വെച്ച് വെള്ളമെടുക്കുന്ന രീതിയിലുള്ള പദ്ധതിയായിരുന്നുവെങ്കിലും സ്ഥാപിച്ചതിനു ശേഷം ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഈ അവസ്ഥയ്ക്കെതിരെ കർഷക തൊഴിലാളി യൂണിയൻ KSKTU പ്രതിഷേധം സംഘടിപ്പിച്ചു. കാടാമ്പുഴ ബസ് സ്റ്റാൻഡിലും AC നിരപ്പിലുമുള്ള വാട്ടർ ബൂത്തുകൾക്ക് മുന്നിൽ റീത്ത് സമർപ്പിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം KSKTU ഏരിയ പ്രസിഡന്റ് KP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മാറാക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ഒരു ജനദ്രോഹ നടപടിക്കെതിരായിട്ടാണ് KSKTUവിന്റെ മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റി ഇത്തരം ഒരു മാതൃകാപരമായ പ്രതീകാത്മകമായ ഒരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. മാറാക്കരക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഈ വാട്ടർ കിയോസ്ക് ഇവിടെ സ്ഥാപിച്ച ഈ സംഭവം എന്ന് പറയുന്നത്. കാടാമ്പുഴ ബസ് സ്റ്റാൻഡിലും അതേപോലെ തന്നെ മാറാക്കര ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിലും ഈ സ്ഥലത്തും സ്ഥാപിച്ചിട്ടുള്ള ഈ വാട്ടർ കിയോസ്കിൽ നിന്ന് മാറാക്കരയിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു ലിറ്റർ വെള്ളമെങ്കിലും ഒരു നേരത്തെ ദാഹം അകറ്റാൻ ആവശ്യമായ ഒരു തുള്ളി വെള്ളമെങ്കിലും കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോട് മാപ്പ് പറയാൻ തയ്യാറാണ്. ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉയർത്തുന്ന സമര മുദ്രാവാക്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയധികം എല്ലാ പദ്ധതികളും സ്ഥാപിച്ച് കമ്മീഷൻ പറ്റുക എന്നതിനെ കവിഞ്ഞ് യാതൊരു ആത്മാർത്ഥതയും ജനങ്ങൾക്ക് ഇത് ജനങ്ങൾ ഉപകരിക്കേണ്ടതാണ് എന്നുള്ള യാതൊരു ധാരണയും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികൾക്കില്ല എന്നുള്ളതാണ് സത്യം. എല്ലാ പദ്ധതികളും സ്ഥാപിക്കുക, അതിൽ നിന്ന് കമ്മീഷൻ പറ്റുക, പിന്നെ അതിന്റെ ഭാവി എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ആകാംക്ഷയില്ല. ഇപ്പൊ കാടാമ്പുഴ നമുക്കറിയാം, കാടാമ്പുഴയിൽ ഞങ്ങൾ റീത്ത് സമർപ്പണം കഴിഞ്ഞാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവിടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്, ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് കാടാമ്പുഴ ദേവീക്ഷേത്രം ഉൾക്കൊള്ളുന്ന കാടാമ്പുഴ ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾക്ക് ദാഹമകറ്റാൻ ഈ പദ്ധതിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ലക്ഷക്കണക്കിന് രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഒരു ബൂത്തിന് ചെലവഴിച്ചിട്ടുള്ളത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു ബൂത്തിന് 3 ലക്ഷം രൂപ എന്നുള്ള കണക്കിൽ 6 ലക്ഷം രൂപയാണ് ഈ 2 കിയോസ്കുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിലേറെ ഉണ്ടോ എന്നുള്ള അറിയില്ല കേട്ടോ. കിയോസ്കുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടത്തിയിട്ടുള്ള വമ്പിച്ച അഴിമതി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ജനങ്ങൾക്ക് എത്തിക്കാൻ ആവശ്യമായ ജനോപകാരപ്രദമായ പദ്ധതികൾ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്നു, ജനങ്ങളുടെ വിവിധങ്ങളായ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി. അത്തരം ഒരു വളരെ പ്രധാനപ്പെട്ട ജനോപകാരപ്രദമായ ഒരു പദ്ധതിയാണ് ഈ മാറാക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് മാറാക്കരയിൽ സ്ഥാപിച്ചിട്ടുള്ള വാട്ടർ കിയോസ്കുകൾ. ഒരു പരിഷ്കൃത സമൂഹത്തിന് സാമൂഹ്യ ജീവിതത്തിന് എന്തെല്ലാം ആവശ്യമായിട്ടുണ്ടോ അതെല്ലാം തന്നെ നടപ്പാക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റ് വലിയ രൂപത്തിലേക്കുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് അനുവദിച്ച ഫണ്ടാണിത്. നമുക്കറിയാം, ഹരിത കേരള മിഷൻ, ദേശീയ ജനകീയ ആരോഗ്യ ദൗത്യം, അതേപോലെയുള്ള വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി. കേരളം സർവത്ര എല്ലാ മേഖലക്കകത്തും നമ്പർ 1 ആയി ഈ കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് ജനങ്ങൾ അംഗീകാരം നേടിയ ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നത്. ആ ഗവൺമെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിനോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും ധിക്കാരപരമായ സമീപനത്തിനെതിരെ ആദ്യശക്തമായ ജനകീയ മുന്നേറ്റം തന്നെ ഉണ്ടാവണം. ഞങ്ങൾ ഈ സമർപ്പിച്ച റീത്ത് ഇവിടെ ഈ വാട്ടർ ബൂത്തിന്റെ മുന്നിൽ മാത്രമല്ല, ഈ ജനദ്രോഹികളായ മാറാക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നെഞ്ചത്താണ് ഞങ്ങൾ ഈ റീത്ത് സമർപ്പിച്ചിട്ടുള്ളത്. വരും കാലങ്ങളിൽ ഉയരാൻ വേണ്ടി പോകുന്ന വലിയ പ്രക്ഷോഭങ്ങളുടെ നാന്ദിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാറാക്കര ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിലേക്കും അതേപോലെ തന്നെ വാട്ടർ കിയോസ്കിലേക്കും ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതിന്റെ സന്ദേശം മനസ്സിലാക്കി ഇതൊരു താക്കീതായി ഉൾക്കൊണ്ടുകൊണ്ട് അടിയന്തരമായി ഈ ബൂത്തുകൾ പ്രവർത്തന സജ്ജമാക്കി ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കാൻ, ദാഹജലം നൽകാൻ ആവശ്യമായ അടിയന്തര നടപടി ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കണമെന്നാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷനായിരുന്നു. മൊയ്തീൻകുട്ടി, പ്രകാശൻ, ഉണ്ണികൃഷ്ണൻ, KP രമേശ്, റഷീദ് എന്നിവർ സംസാരിച്ചു.
പഞ്ചായത്ത് സെക്രട്ടറി മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു. അടിയന്തരമായി ബൂത്തുകൾ പ്രവർത്തനക്ഷമമാക്കി പൊതുജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കണമെന്ന് യൂണിയൻ നേതാക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാടാമ്പുഴ.